ക്വിസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വീഡിയോയുടെ 6ാം ഭാഗമാണ്. ആദ്യ 5 ഭാഗങ്ങൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? പതിറ്റുപ്പത്ത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ. ഏവൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ ആര്? വില്യം ഷേക്സ്പിയർ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സ്വാധീനിച്ച കൃതി ഏത്? അൺടു ദിസ് ലാസ്റ്റ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ? തലയോട്. കേരളരാമം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ബെന്യാമിൻ. ഒറ്റ അക്ഷരം മാത്രം തലക്കെട്ടുള്ള ഒരു കഥയുണ്ട് മലയാളത്തിൽ, റ. റ എന്ന തലക്കെട്ടിലുള്ള ഈ കഥ രചിച്ചത് ആര്? കോവിലൻ. രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര്? ജി ശങ്കരക്കുറുപ്പ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏത്? ചെമ്മീൻ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആര്? എസ്.കെ. പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏത്? ഇതാണെൻ്റെ പേര്. മലയാള കവിയുടെ പേര് നൽകപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? വള്ളത്തോൾ നഗർ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഇന്ദുചൂടൻ. വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ എന്ന് പറഞ്ഞത് ആര്? വില്യം ഷേക്സ്പിയർ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമേത്? 1977. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമേത്? 1991. ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ചാൾസ് ഡിക്കൻസ്. കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവയിത്രി ആര്? മാധവിക്കുട്ടി. നാളീകേരളപാകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉള്ളൂർ. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവാര്? എം മുകുന്ദൻ. ത്രിപുരസുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത്? ഈ വായന. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? KP കേശവമേനോൻ. ലീലാവതി എന്നറിയപ്പെട്ടിരുന്ന സിദ്ധാന്ത ശിരോമണിയുടെ രചയിതാവ് ആര്? ഭാസ്കരാചാര്യർ. 1114 കഥ എന്ന സ്മരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്
ആര്? അക്കാമ ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമേത്? ബംഗാൾ ഗസറ്റ്. കാരൂർ നീലകണ്ഠപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ ഏത്? പൂവമ്പഴം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചതാര്? സർദാർ KM പണിക്കർ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ രചനയാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം? മലബാറിൻ്റെ പൂന്തോട്ടം. നമ്മൾ ഇന്നു മുതൽ ബോണസ് ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഉത്തരം താഴെ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ: റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ച കവി ആര്?